ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വചനങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ഒന്ന് വായിച്ച് അതിലുള്ള കർത്താവിനോട് ഒട്ടി നിൽക്കുക എന്നുള്ള വചനം ധ്യാനിച്ചു. ഞാൻ ഒരിക്കൽ കൂടി ആ വചനം ഒന്ന് വായിക്കുകയാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായം 5, 6, 7 തിരുവചനങ്ങൾ. ഇസ്രായേലിൽ കർത്താവിനോട് ഒട്ടി നിന്ന, കർത്താവിനോട് ചേർന്നിരുന്ന, ഒത്തിരി വിജയമുണ്ടായ, കർത്താവിനെ മഹത്വപ്പെടുത്തിയ രാജാക്കന്മാരിൽ ഒരാളാണ് ഹെസക്കിയ രാജാവ്. മറ്റു പല രാജാക്കന്മാരും കർത്താവിനെ നിസ്സഹകരിച്ചവരും മറുതലിച്ചവരും പിശാചിന് മഹത്വം നൽകിയവരും ദൈവത്തെ ഉപേക്ഷിച്ചവരും ദൈവജനത്തെ വഴി പിഴപ്പിച്ചവരും വഴി തെറ്റിച്ചവരും ഒക്കെ ആയിരുന്നു. പക്ഷേ ഹെസക്കിയ രാജാവ് നല്ലവനായിരുന്നു. ആ രാജാവിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്ന വചനമാണ് ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. ഹെസക്കിയ രാജാവ് ദൈവമായ കർത്താവിൽ വിശ്വസിച്ചു. അടുത്തതായി അവൻ കർത്താവിനോട് വിശ്വസ്തത പുലർത്തി. മൂന്നാമതായി അവൻ കർത്താവിനോട് ഒട്ടി നിന്നു. നാലാമതായി അവൻ കർത്താവിനെ അനുഗമിച്ചു. അഞ്ചാമതായി മോശ വഴി കർത്താവ് നൽകിയ കൽപ്പനകളെല്ലാം പാലിച്ചു. അതിൻ്റെ ഫലങ്ങളാണ് അടുത്ത 2 വചനങ്ങൾ. അതിനാൽ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ ഉദ്യമങ്ങളെ, പരിശ്രമങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ അതിൽ ആദ്യ ഭാഗം ഒന്ന് എടുക്കാൻ പോവുക. അവൻ ദൈവമായ കർത്താവിൽ വിശ്വസിച്ചു. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ട് എന്നുള്ള ഒരു ബോധ്യമാണോ? അല്ല, അത് അതിൻ്റെ ഒരു ഭാഗമാണ്. ദൈവമുണ്ട് എന്നുള്ള ഒരു അറിവ് ഒരാൾക്കുണ്ട്. പിശാചിനുണ്ട് അറിവ്. ദൈവമുണ്ട് എന്ന് പിശാചും വിശ്വസിക്കുന്നത് മാത്രമല്ല, അവൻ ദൈവത്തിൻ്റെ തിരുനാമം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുമെന്ന് അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറഞ്ഞത്. ദൈവമുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട്, ദൈവമുണ്ടെന്ന് വിശ്വസിച്ചതുകൊണ്ട് വിശ്വാസം പൂർണ്ണമാകുന്നില്ല. വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. ഏറ്റവും വലിയ പാപം ഏതാണെന്ന് ചോദിച്ചാൽ കൊലപാതകത്തെക്കാളും വ്യഭിചാരത്തെക്കാളും വലിയ പാപം വിശ്വാസത്തിനെതിരായ പാപമാണ്. ഞാൻ ഓർക്കുകയാണ്, പഴയ നിയമത്തിൽ സാവൂൾ രാജാവ് അനുസരണക്കേട് കാണിച്ചു, അതുകൊണ്ട് അവന് രാജാധികാരം നഷ്ടപ്പെട്ടു. ദാവീദ് രാജാവ് അശുദ്ധിയിൽ വീണു, അതുകൊണ്ട് അവൻ്റെ അടുത്ത തലമുറയിലേക്ക് പോലും തിന്മ വന്നു, ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. അത് കഴിഞ്ഞ് വന്ന സോളമൻ രാജാവ്, ദാവീദിന് ബത്ശബയിലുണ്ടായ പുത്രനായ സോളമൻ രാജാവ് അവിശ്വാസത്തിൻ്റെ, അന്ധവിശ്വാസത്തിൻ്റെ, ദുരാചാരങ്ങളുടെ, വിശ്വാസത്തിനെതിരായി ഏറ്റവും വലിയ പാപമായ അന്യദേവാരാധനയുടെ പടുകുഴിയിൽ പോയി നിബന്ധിച്ചതുകൊണ്ട് അവന് ഒത്തിരി 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 ദുരന്തങ്ങളുണ്ടായി. അതിൻ്റെ ഫലമായി അവൻ്റെ അടുത്ത തലമുറയിലൂടെ വലിയൊരു തിന്മയുണ്ടായി. ഇസ്രായേൽ രാജ്യം 2ആയി വിഭജിക്കപ്പെടുകയും ചെയ്തു. സോളമൻ രാജാവാണ് ജ്ഞാനം കൊണ്ട് നിറഞ്ഞവൻ, ദൈവം വലിയ അനുഗ്രഹം കൊടുത്തവൻ. ദാവീദ് രാജാവ് അങ്ങനെ ജ്ഞാനിയാന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ദാവീദിനെക്കുറിച്ച് ബൈബിളിൽ പുതിയ നിയമത്തിൽ പോലും വളരെ മനോഹരമായ കാര്യങ്ങൾ പറയുന്നു. കാരണം എന്താ? ഈ വിശ്വാസത്തിനെതിരായ പാപത്തിൽ ദാവീദ് നിബന്ധിച്ചില്ല. വിശ്വാസം ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറയാണ്, അടിസ്ഥാനമാണ്. അത് എന്ത് വിശ്വാസമായിരിക്കണം? സത്യവിശ്വാസം, ട്രൂ ഫെയ്ത്ത്. 2, അടിയുറച്ച വിശ്വാസം, സ്ട്രോങ് ഫെയ്ത്ത്. 3, കലർപ്പില്ലാത്ത വിശ്വാസം, അൺഅഡൾട്രേറ്റഡ് ഫെയ്ത്ത്. സത്യവിശ്വാസം അത് തിരുവചനത്തിൻ്റെയും തിരുസഭാ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സത്യവിശ്വാസം നമ്മിൽ വരുന്നത്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വിശ്വാസത്തിൻ്റെ കൃപ ദൈവം നമുക്ക് ദാനമായിട്ട് നമ്മിൽ നിറച്ചു തരും. ഞാൻ വിശ്വസിക്കുന്നത് വായനയിലൂടെ, പഠനങ്ങളിലൂടെ, പരിശീലനത്തോടെ അല്ല എൻ്റെ വിശ്വാസം വർദ്ധിച്ചത്. എനിക്ക് ദൈവം ദാനമായിട്ട്, സമ്മാനമായിട്ട്, എൻ്റെ പൗരോഹിത്യത്തോട് ചേർന്ന്, ആത്മീയ ശുശ്രൂഷാ ജീവിതത്തോട് ചേർന്ന് എനിക്ക് തന്ന ഒരു കൃപയാണ്, ദൈവിക സുഹൃതമാണ് എന്നിൽ അവിടെ നിക്ഷേപിച്ച ആ വിശ്വാസമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക്
ദൈവം വെളിപ്പെടുത്തിയ തിരുസത്യങ്ങളോട് ഉള്ള വിശ്വാസം, അതിലുള്ള വിശ്വാസം അത് സുദൃഢമാണ്. മാത്രമല്ല അതിനെതിരായിട്ടുള്ള ചിന്തകളോ എന്തെങ്കിലും ആരുടെയെങ്കിലും പ്രബോധനങ്ങളോ ഒക്കെ വരുമ്പോൾ എനിക്ക് അതിനോട് നോ പറയാൻ ഒരു മടിയില്ല. ഞാനൊരു പുണ്യാളനാന്ന് ചിത്രീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല. വിശ്വാസത്തിൽ അടിയുറച്ചവരായിരിക്കണം നമ്മൾ. അത് സത്യവിശ്വാസമായിരിക്കണം. സത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തിരുവചനമാണ്, തിരുവചന ഗ്രന്ഥമാണ്, ബൈബിളാണ്. ഈ ബൈബിളിലുള്ള ദൈവിക വെളിപാടുകളെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്ന സഭാധികാരത്തിൻ്റെ ഒരു മേഖലയും കൂടി ഉണ്ട്. ഇത് രണ്ട് ചേർന്ന് പോകണം. സഭ പഠിപ്പിക്കുന്ന എന്താണ്? ബൈബിള് എടുത്ത് വായിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന പലരും വന്ന് പലതും പഠിപ്പിക്കും. കത്തോലിക്ക സഭ വിശ്വാസത്തിനെതിരായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മനോഹരങ്ങളായ വചനപ്രഘോഷങ്ങൾ നടത്തുന്ന വ്യക്തികളുണ്ടായിരിക്കാം. മനോഹരങ്ങളായ ഈടുറ്റ ഗ്രന്ഥങ്ങൾ രചിക്കുന്ന വ്യക്തികളുണ്ടായിരിക്കാം. അങ്ങനെയുള്ള വ്യക്തികളിലൂടെ വരുന്ന പ്രബോധനങ്ങൾ വരുമ്പോഴും എൻ്റെ വിശ്വാസം തെറ്റാതിരിക്കാൻ, വ്യതിചലിക്കാതിരിക്കാൻ, വിശ്വാസത്തിൽ ഞാൻ കാലിടറാതിരിക്കാൻ ഈ സത്യവിശ്വാസം നമുക്ക് വേണം. നമ്മൾ ഈ നോമ്പ് കാലത്ത് നമ്മുടെ വിശ്വാസത്തെ സുദൃഢമാക്കാൻ വേണ്ടി കർത്താവെ സത്യവിശ്വാസത്തിൽ വേരുറച്ചു വളരുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കൊച്ചുത്രസ്യ പുണ്യവതി, മദർ തെരേസ തുടങ്ങിയ വിശുദ്ധർ അവർ വിശ്വാസ പ്രമാണം എഴുതി അത് നെഞ്ചോട് ചേർത്ത് വെക്കുമായിരുന്നു. കാരണം വിശ്വാസ പ്രമാണം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചൊല്ലുന്ന ഒരു ഭക്തകൃത്യം പലരും ചെയ്യുന്നുണ്ട്. അതിന് വലിയൊരു അർത്ഥമുണ്ട്. വെറുതെ ഏകാഗ്രത ഇല്ലാതെ അല്ല, അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും ധ്യാനിച്ചുകൊണ്ട് തന്നെ ആ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ആ വിശ്വാസം, നമുക്കുള്ള വിശ്വാസം അടിയുറയ്ക്കുന്നു, വേരുറയ്ക്കുന്നു, അത് സ്ഥിരപ്പെടുന്നു. അപ്പോൾ ദൈവമായ കർത്താവിൽ വിശ്വസിച്ചു. അടുത്തത് കർത്താവിനോട് വിശ്വസ്തത പുലർത്തി. ഒരു പക്ഷേ ഇന്ന് ലോകത്തിൽ കുടുംബങ്ങൾ തകരാനുള്ള കാരണം, പൗരോഹിത്യത്തിൽ വീഴ്ച പറ്റാൻ കാരണം, സന്യാസത്തിൽ അപഭ്രംശങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ഈ രണ്ടാമത്തെ സുഹൃതം, അതായത് വിശ്വസ്തത. ആദ്യം വിശ്വാസം, വിശ്വാസത്തിൽ നിന്ന് ഉദിക്കുന്ന, അതിനോട് ചേർന്ന് പോകുന്ന ഒരു വലിയ പുണ്യമാണ് ഈ വിശ്വസ്തത. അതെങ്ങനെയൊക്കെയാണ്? ദൈവത്തോടുള്ള വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ് ടു ഗോഡ്. 2, എന്നോട് തന്നെയുള്ള വിശ്വസ്തത. 3, മറ്റുള്ളവരോടുള്ള വിശ്വസ്തത. 4, എൻ്റെ ജീവിതാന്തസ്സിനോടുള്ള വിശ്വസ്തത. 5, എൻ്റെ ജോലികളോട്, കരിയർ, പ്രൊഫഷൻ, അതിനോടുള്ള വിശ്വസ്തത. എന്തുകൊണ്ടാണ് പലർക്കും ഈ കരിയറിൽ, ജോലിയിൽ അവിശ്വസ്തത ഉണ്ടാകുന്നത്? കള്ളത്തരം കാണിക്കുന്നത്, കൈക്കൂലി വാങ്ങുന്നത്, ആരും കാണാനില്ല, ആരും അറിയാനില്ലെങ്കിൽ സമയത്ത് ഓഫീസിൽ ചെല്ലില്ല, യൂണിയൻ നേതൃത്വത്തിൻ്റെ സഹകരണം ഉണ്ടെങ്കിൽ, സഹായം ഉണ്ടെങ്കിൽ, സമയത്ത് ജോലിക്ക് ഹാജരായില്ലെങ്കിലും അത് രേഖപ്പെടുത്തപ്പെട്ടില്ലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് തോന്നുന്ന സമയത്ത് ചെല്ലാം. വാഹനം കിട്ടാത്തതുകൊണ്ടോ മറ്റെന്തെങ്കിലും ദുരിതം ഉണ്ടായതുകൊണ്ടോ താമസിച്ച് ചെല്ലുന്നവരെക്കുറിച്ചല്ല പറയുക. മനഃപൂർവ്വം ഉത്തരവാദിത്വ ബോധമില്ലാതെ കർത്തവ്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തിക്കൊണ്ട് നിരന്തരമായി താമസിച്ച് ഓഫീസിൽ ചെല്ലുകയും നേരത്തെ ഓഫീസിൽ ഇറങ്ങിപ്പോവുകയും തന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്യാത്തതുകൊണ്ട് അനേകം പേർക്ക് കിട്ടേണ്ട അവകാശങ്ങളും അവരുടെ ആനുകൂല്യങ്ങളും അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അവിശ്വസ്തയുടെ പുണ്യമുള്ള വ്യക്തിയുടെ പാപത്താൽ അത് സംഭവിക്കുക. വിശ്വാസത്തിൽ അടിയുറച്ച വ്യക്തിക്ക് അവിശ്വസ്തത ഉണ്ടാവില്ല. അപ്പോൾ ഈ മറ്റുള്ളവരുള്ള വിശ്വസ്തത, അത് ജീവിത പങ്കാളിയോടുള്ള വിശ്വസ്തത എന്ന് പറയുന്നത് ജീവിതാന്തസ്സിനുള്ള വിശ്വസ്തതയാണ്. അത് വേറെ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല. എൻ്റെ അന്തരാത്മാവിൽ വസിക്കുന്ന, കുടികൊള്ളുന്ന ദൈവം എനിക്ക് തരുന്ന കൃപയോട് സഹകരിക്കുമ്പോൾ, ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന എനിക്ക് അവിടുന്ന് ഒടുക്കി തരുന്ന കൃപയോട് ഞാൻ സഹകരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതാന്തസ്സിനോട് വിശ്വസ്ത പുലർത്താൻ പറ്റും. ഒരു പുരോഹിതൻ പറഞ്ഞതാണ്, എൻ്റെ പൗരോഹിത്യത്തോടുള്ള വിശ്വസ്തതയിൽ എനിക്ക് വീഴ്ച വരാൻ കാരണം എൻ്റെ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ എനിക്ക് വീഴ്ച വന്നതുകൊണ്ടാണ്. ദൈവത്തോടുള്ള വിശ്വസ്തത വിശ്വാസത്തിൽ നിന്നും, സമർപ്പണത്തിൽ നിന്നും, പ്രാർത്ഥനയിൽ നിന്നും, അതുപോലെ ഈ വിശ്വാസ ജീവിതത്തിന് വില കൊടുക്കുന്ന അവസ്ഥയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഹെസക്കിയ രാജാവിൻ്റെ ഒന്നാമത്തെ നന്മയെക്കുറിച്ച് പറഞ്ഞ വിശ്വാസമാണ്, രണ്ടാമത്തേത് വിശ്വസ്തതയാണ്.
അത് ദൈവത്തോടുള്ള വിശ്വസ്തത, നമ്മോട് തന്നെയുള്ള വിശ്വസ്തത, മറ്റുള്ളവരോടുള്ള വിശ്വസ്തത, അതുപോലെ ജീവിതാന്തസ്സിനോടുള്ള വിശ്വസ്തത, ജോലികളോട്, കരിയറിനോട്, പ്രൊഫഷനോടുള്ള വിശ്വസ്തത, ഇതെല്ലാം കൂടി ചേർന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, വിശ്വാസത്തിൽ ജീവിക്കുന്ന ഞങ്ങൾ വിശ്വസ്തതയിൽ വളരാൻ ഇടവരുന്ന ഒരാശീർവാദം അങ്ങിപ്പം തരണമേ. ഈ നോമ്പുകാലത്ത് വിശ്വാസത്തിലും വിശ്വസ്തതയിലും മുന്നേറുവാനുള്ള കൃപാവരത്തിനായി ഞങ്ങൾ യാചിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.